കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ ഉയർത്തുന്നതും ക്ഷേമസങ്കല്പം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 9 വർഷക്കാലവും ഈ കരുതൽ തുറന്നു വന്നതായി കാണാൻ സാധിക്കും. ഓരോ വിഭാഗത്തിൻ്റെയും കാര്യത്തിൽ എത്രമാത്രം കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത് എന്നതാണ്. അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള സങ്കല്പം, അത് പഴയ ഓണസങ്കല്പത്തെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ മികവുറ്റതും ഐശ്വര്യസമൃദ്ധവുമായ ഒരു പുതു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനാണ്. അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായ പണം ലഭ്യമാകാത്തതായിരുന്നു. ക്ഷേമസങ്കല്പത്തെ തന്നെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെ പുച്ഛിക്കുക, പരിഹസിക്കുക, വലിയ തോതിൽ അപഹസിക്കുക, അങ്ങനെയുള്ള ശ്രമങ്ങൾ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിലാകെ ഉണർത്തുന്നത് ഒരു ക്ഷേമസങ്കല്പമാണ്. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ആ സങ്കല്പത്തിൻ്റെ അന്തസത്ത. അതിൽ മനുഷ്യർ തമ്മിലുള്ള ഐക്യവും പ്രകൃതിയോടുള്ള കരുതലും അശരണരോടും ആലംബഹീനരോടുമുള്ള കരുണയും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളീയ ജനത ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും നേർക്കണ്ണാടി കൂടിയാണ് ഈ ഓണസങ്കല്പം. ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കത് കൈമോശം വന്നു. എങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും മാനവികമായ ആ സമീപനത്തെ തിരിച്ചു പിടിക്കുകയുണ്ടായി. അതിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായപ്പോഴെല്ലാം കേരളീയ ജനത ഒരുമിച്ച് നിന്ന് ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ ഉയർത്തുന്നതും ക്ഷേമസങ്കല്പം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഓണക്കാലത്ത് ആഘോഷങ്ങളുടെ മാത്രം കാര്യത്തിലല്ല സർക്കാർ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭക്ഷ്യവിപണിയിലെ കാര്യക്ഷമമായ ഇടപെടലിൻ്റെ ഭാഗമായി സപ്ലൈകോയുടെ ഓണം വിപണിയും സഹകരണ ഓണം വിപണിയും സജീവമാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത മാത്രമല്ല സർക്കാർ ഉറപ്പുവരുത്തുന്നത്. 60 ലക്ഷം ആളുകൾക്കാണ് ഈ ഓണക്കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തത്. 1800 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഇതെല്ലാം ഓണക്കാലത്തിൻ്റെ മാത്രം സവിശേഷതയല്ല. അധികാരത്തിലിരുന്ന എല്ലാ ഈ 9 വർഷക്കാലവും ഈ കരുതൽ തുറന്നു വന്നതായി കാണാൻ സാധിക്കും. ഇന്ന് കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അതീവ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. അത് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്കാർക്ക് സംഭരിച്ച നെല്ലിൻ്റെ പണം
ഒരു ഭാഗം കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു. അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായ പണം ലഭ്യമാകാത്തതായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ അതിലൊരു ഭാഗം വഹിക്കാൻ സന്നദ്ധമായി. പക്ഷേ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുത്തുന്നതിനായി ഈ ഓണനാളുകളിൽ ഭക്ഷ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. മന്ത്രിസഭാ യോഗം നമ്മുടെ ഈ ഗൗരവമായ പ്രശ്നം ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായി തന്നെ ഭക്ഷ്യമന്ത്രി ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പരസ്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും വൈകുന്നേരം ഒരു സന്തോഷ വാർത്ത ലഭിച്ചു. നൽകാനുള്ള പണത്തിൽ ഒരു ഭാഗം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന്. അത് ഇവിടെ ഇരുന്നപ്പോഴാണ് ബഹുമാന്യായ ഭക്ഷ്യമന്ത്രി പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സന്ദേശം കിട്ടിയത്. ഏതായാലും അതിൻ്റെ ഗുണം കേരളത്തിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ കൊടുക്കാനുള്ള പണം ഏറെക്കുറെ പൂർണ്ണമായും നൽകാൻ ഈ ഘട്ടത്തിൽ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും കാര്യത്തിൽ എത്രമാത്രം കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത് എന്നതാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. സ്വന്തമായൊരു കിടപ്പാടം നിർമ്മിക്കാൻ കഴിയാത്തത്. അതിനാണ് ലൈഫ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പണിത് അവിടങ്ങളിൽ കുടുംബങ്ങൾ താമസിക്കുകയാണ്. ബാക്കിയുള്ള വീടുകൾ ഈ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നാം നമ്മുടെ സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശം കയ്യിൽ കിട്ടാത്ത ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം ഗൗരവമായി എടുത്ത് അതിന് പരിഹാരം കാണാൻ തുടർച്ചയായി ശ്രമിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായി 4 ലക്ഷം പട്ടയങ്ങളാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിഞ്ഞത്. ഇനിയുള്ള കാലയളവ് കൊണ്ട് 1 ലക്ഷത്തോളം പട്ടയങ്ങൾ കൂടി നൽകാനുള്ള ശ്രമത്തിലുമാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്തെ ഇടപെടൽ, പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായം, അതിനുള്ള കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, അതിൻ്റെ ഭാഗമായി 43 ലക്ഷം കുടുംബങ്ങൾക്കാണ് സഹായം ലഭ്യമാകുന്നത്. ഇതെല്ലാം നമ്മുടെ പഴയ സങ്കല്പം, മാവേലി നാടിൻ്റെ ക്ഷേമസങ്കല്പം, അതിനോട് ചേർന്ന് നിൽക്കുന്നവയാണ് എന്നത് നാം പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേമസങ്കല്പത്തെ തന്നെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ പുച്ഛിക്കുക, പരിഹസിക്കുക, വലിയ തോതിൽ അപഹസിക്കുക,
അങ്ങനെയുള്ള ശ്രമങ്ങൾ മറ്റു ചിലരിൽ നിന്നും ഉണ്ടാകുന്നു. പക്ഷേ അതൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി വരില്ല. ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് എത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തുമ്പോൾ അവരുടെയെല്ലാം മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അതാണ് നമ്മുടെ നാടിന് തന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. കഴിഞ്ഞ ദിവസം ഒരനുഭവമുണ്ടായി. നമ്മുടെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം എല്ലാ കാലവും നല്ല കനത്ത മഴ വന്നാൽ, ഇവിടെ ഏതെങ്കിലും വളവിലൊരു പ്രശ്നമുണ്ടായാൽ പിന്നെ മണിക്കൂറുകളല്ല, ദിവസങ്ങൾ തന്നെ വാഹനഗതാഗതം തടസ്സപ്പെടും. എന്താണ് പരിഹാരം എന്നാലോചിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ടു അതിന് ഒരു തുരങ്കപാത നിർമ്മിക്കാമെന്ന്. അങ്ങനെ തുരങ്കപാത നിർമ്മിക്കുന്ന ആശയം വന്നപ്പോൾ അതിനെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളോടെ സമീപിച്ചവരുണ്ടായി. ഏതായാലും ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം ബോധപൂർവം തന്നെ പലരും സൃഷ്ടിക്കാനും നോക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓണാഘോഷ സമയത്ത് തന്നെയാണ്, ഓണത്തിൻ്റെ നാളുകളിൽ തന്നെയാണ് അവിടെ വയനാട് തുരങ്കപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ചത്. അവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങളുടെ ഒരു തരത്തിലുള്ള ഹർഷോന്മാദം, വലിയ തോതിലുള്ള ആവേശം, അത് പ്രത്യേക അനുഭവമായിരുന്നു. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും മതിമറന്ന് ആഹ്ലാദിക്കുന്ന നിലയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പാതക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് നാം കാണണം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള നവകേരള സങ്കല്പം, അത് പഴയ ഓണസങ്കല്പത്തെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ മികവുറ്റതും ഐശ്വര്യസമൃദ്ധവുമായ ഒരു പുതു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനാണ്. ഇപ്പോൾ നാം പല കാര്യങ്ങളിലും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ്. എന്നാൽ ഇവിടെ നിന്നാൽ പോരാ, ഇനിയും നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം, രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കുന്നൊരു സംസ്ഥാനം, ആ നിലയിലേക്ക് നമുക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. അത് അസാധ്യമാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിനു മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല എന്നതാണ് നാം തെളിയിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി ഈ ഓണഘട്ടത്തിൽ നമ്മളെ തന്നെ നമുക്ക് പുനർസമർപ്പിക്കാം എന്നതാണ് പറയാനുള്ളത്.